മറ്റു വാർത്തകൾ നോക്കാം. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരി എന്ന് സൂചന. പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആക്രമണം നടന്ന പഹൽഗാമിലെത്തി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അതുല്യ, കേന്ദ്ര മന്ത്രിസഭാ യോഗം വൈകിട്ട് ചേരുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചത്. ഒപ്പം ഈ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗം ഉടൻ ചേരുമെന്നും കേൾക്കുന്നു. എപ്പോഴത്തേക്കുണ്ടാകും ആ യോഗം? അതോടൊപ്പം ഇതുവരെ സ്വീകരിച്ച നടപടികൾ കൂടി വ്യക്തമാക്കണം. ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചത് എന്നുള്ളത് നിഗമനമാണോ, അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നോ എന്നുള്ളതും കൂടി വ്യക്തമാക്കുക. അതുല്യ. കാളിദാസ്, നിലവിൽ ഈ ആക്രമണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗിക സുരക്ഷാ സേനകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഔദ്യോഗികമായി അല്ലെങ്കിൽ കൃത്യമായ ഒരു സാങ്കേതിക തെളിവുകളുടെ ഭാഗമായി ഉള്ളതല്ല എന്നുള്ളതാണ്. നിഗമനങ്ങൾ അല്ലെങ്കിൽ നിലവിൽ അവരെത്തിയിട്ടുള്ള നിഗമനങ്ങൾ മാത്രമാണ് നിലവിൽ ലഭിക്കുന്നതെല്ലാം. ഇപ്പോൾ ഉന്നതതല യോഗവും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരുടെ ഒരു ക്യാബിനറ്റ് യോഗവുമാണ് ഇനി നടക്കാനുള്ളത്. എന്തായാലും വലിയ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടമായി ഇത്തരത്തിൽ സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്നുകൊണ്ടുള്ള ഒരു അടിയന്തര യോഗം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ നടന്നിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്നും പോയിട്ടുള്ളത്. ഇനി ഒരു അടിയന്തര യോഗം അല്ലെങ്കിൽ ഉന്നതതല യോഗം ഉടൻ നടക്കും. ആ ഉന്നതതല യോഗത്തിൽ കരസേനയുടെയും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ചുമതലയുള്ള മേധാവിമാരും മറ്റും പങ്കെടുക്കും. അതിനുശേഷം വൈകിട്ട് കേന്ദ്രമന്ത്രിമാരുടെ ഒരു യോഗം, അതിൽ കേന്ദ്ര സുരക്ഷാ ക്യാബിനറ്റ് കൂടി ചേരും. അതോടൊപ്പം തന്നെ നാളെ ഒരു സർവകക്ഷി യോഗം കൂടി വിളിച്ചു ചേർക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പഹൽഗാമിൽ തന്നെ ബൈസരൺ വാലിയിൽ, അത് ഈ ആക്രമണം നടന്ന ബൈസരൺ വാലിയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. ശ്രീനഗറിൽ തിരിച്ചു പോയി പരിക്കേറ്റ ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കൂടി കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കൂ. ആഭ്യന്തരമന്ത്രി കൂടി തിരിച്ചെത്തിയതിന് ശേഷമായിരിക്കും കേന്ദ്രമന്ത്രിമാരുടെ യോഗം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സുരക്ഷാ യോഗം ചേർന്നിരുന്നു. കരസേനാ മേധാവി, അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങി രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്ന ഒരു യോഗമാണ് ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ചേർന്നത്. എന്തായാലും ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇതിനൊരു മറുപടി എന്നുള്ള രീതിക്ക് ഒരു തിരിച്ചുള്ള ഒരു മറുപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഈ യോഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ജനമെല്ലാം വളരെ രോഷാകുലരാണ്. ഇത്തരത്തിൽ 29 ആയിട്ടുണ്ട് ഇപ്പോൾ മരണസംഖ്യ എന്ന് പറയുന്നത്. 26 ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതായത് അനന്തനാഗ് മെഡിക്കൽ കോളേജ് പുറത്തുവിട്ട ലിസ്റ്റിലുള്ളത് 26 പേർ മരിച്ചു എന്നും അതുപോലെ തന്നെ 6ഓളം പേർ ഗുരുതരാവസ്ഥയിലാണെന്നും ഏതാനും പേർ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പരിക്ക് മാത്രം ഏറ്റിട്ടുള്ള മൈനർ ഇഞ്ചുറി മാത്രം ഏറ്റിട്ടുള്ളവരുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ 26 പേർക്ക് പുറമെ മറ്റ് 3 പേർ കൂടി മരിച്ചതായാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 29 പേരുടെ മരണത്തിന് കാരണമാക്കിയ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ജനം രോഷാകുലരാകും. ജമ്മു കാശ്മീരിൽ ഇന്ന് പൂർണ്ണമായും ബന്ദാണ്, സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഗവൺമെന്റിന് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സാധ്യതകളിലേക്ക് നീങ്ങിയേ കഴിയൂ എന്നുള്ളതാണ്. പിന്നീട് അതിനോടൊപ്പം തന്നെ മറ്റൊരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഇതിലൊരു നിർണായകമായിട്ടുള്ള മറ്റൊരു പടവ് എന്ന് പറയുന്നത് ഈ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു എന്നുള്ളതാണ്. 6 പേരടങ്ങുന്ന ഒരു സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ആദ്യം മുതൽക്ക് തന്നെ ലഭിച്ചിരുന്ന വിവരം. പ്രത്യേകിച്ചും ദൃക്സാക്ഷികളിൽ നിന്നെല്ലാം 6 പേരടങ്ങുന്ന അല്ലെങ്കിൽ തോക്കുധാരികളായിട്ടുള്ള 6 പേരാണ് വെടിയുതിർത്തത് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ 1-2 പേർ പഷ്തൂൺ എന്ന ഭാഷ സംസാരിക്കുന്നതായി ഈ ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ 6 പേരിൽ 4 പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 പേരെ തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട്. ആസിഫ് ഫൗജി,
സുലൈമാൻ ഷാ, അബു തൽഹ എന്നിങ്ങനെ 3 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അവരുടെ 3 പേരുടെയും രേഖാചിത്രങ്ങൾ പുറത്തുവിടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണം നടത്തിയ സംഘത്തിലുള്ള 2 പേർ അവിടുത്തെ തന്നെ പ്രാദേശിക അല്ലെങ്കിൽ കശ്മീർ സ്വദേശികളാണ്. 2 പേർ പാകിസ്ഥാൻ സ്വദേശികളായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ആളുകളാണ്. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയതിനു ശേഷം തിരിച്ചു വന്നാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങൾ അല്ലെങ്കിൽ ഇന്റലിജൻസ് വൃത്തങ്ങൾ. കാരണം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിയന്ത്രണ രേഖ വഴി അവർ പെഹൽഗാമിൽ എത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകുമെന്നും സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുമാണ് ഇന്റലിജൻസ് വൃത്തങ്ങളുടെ ഒരു മുന്നറിയിപ്പ്. നേരത്തെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ആളുകളെ ഈ പെഹൽഗാമിലും റാവൽകോട്ടിലും ബാരാമുള്ളയിലും നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. നിരവധി പേർ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം സിദ്ധിച്ചവരാണ് തിരിച്ച് വന്ന് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് നിഗമനം. സേനയുടെ 4 ഹെലികോപ്റ്ററുകൾ അവിടെ വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഭീകരരെ കണ്ടെത്താനായില്ല എന്നതുകൊണ്ട് തന്നെ ഇവർ തൊട്ടടുത്തുള്ള വനമേഖലയിലേക്കോ അല്ലെങ്കിൽ മലയോരത്തേക്കോ രക്ഷപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ള നടപടികൾ എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. മലയാളിയായ രാമചന്ദ്രൻ നായരുടേതടക്കമുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ പൂർത്തിയായിരുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. പുഷ്പചക്രം അടക്കം സമർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ബൈസരൺ വാലിയിലെത്തിയത്. ഇനി അവിടെ നിന്ന് അദ്ദേഹം തിരികെ മടങ്ങുകയും അനന്തനാഗ് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ശ്രീനഗറിലും ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണുകയും പരിക്കേറ്റവരുമായി സംസാരിക്കുകയും ചെയ്യും. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ, അതിജീവിച്ചവരെ കണ്ട് സംവദിക്കുകയും അവരുടെ ആശങ്കകൾക്ക് കേൾക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ കാണാനും അമിത്ഷാ ശ്രമിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. അദ്ദേഹം ഡൽഹിയിൽ എത്തിയതിനു ശേഷമായിരിക്കും കേന്ദ്രമന്ത്രിമാരുടെ യോഗം നടക്കുക. അതിനു മുൻപായി തന്നെ ഉന്നത തല യോഗം ഉടൻ തന്നെ നടക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ ഒരു സർവകക്ഷി യോഗം കൂടി നടക്കാനിരിക്കുന്നുണ്ട്. കാളിദാസ്. അതുല്യ, ഈ ഭീകര സംഘത്തിൽ പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന 2 പേരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. അങ്ങനെയെങ്കിൽ പ്രദേശവാസിയെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായത് എന്നുള്ളൊരു അനുമാനത്തിലേക്കൊക്കെ നമുക്ക് എന്തായാലും എത്താൻ സാധിക്കും. എന്തായാലും NIA സംഘം ജമ്മുവിൽ എത്തിയൊരു സാഹചര്യത്തിൽ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായും കാളിദാസ്, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റലിജൻസ് വൃത്തങ്ങൾ അവർക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അതിൽ നിന്ന് പടിപടിയായി വേണം മുന്നോട്ട് പോകാൻ. ഈ പഷ്തൂൺ ഭാഷ സംസാരിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ ഇത്തരത്തിൽ അന്വേഷണം വഴിതിരിച്ച് വിടാൻ ഇത്തരത്തിൽ ഒരുപക്ഷെ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അവിടുത്തെ തന്നെ ആളുകളാണ് എന്നൊരു ചിന്ത ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാകാം, അല്ലെങ്കിൽ അവിടുത്തെ തന്നെ പ്രാദേശിക ആളുകളായിരിക്കാം. എന്തു തന്നെയായാലും NIA അടക്കമുള്ള സംഘങ്ങൾ എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ സ്വദേശികളാണോ, പാകിസ്ഥാനിൽ നിന്ന് വന്നതാണോ, ഇവിടെ തന്നെയുള്ള ആളുകളാണോ മുതലായ എല്ലാ സാധ്യതകളും ഈ NIA സംഘം അടക്കമുള്ളവർ വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇന്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയെ തുടർന്ന് ഇത്തരത്തിൽ ഇന്റലിജൻസ് വൃത്തങ്ങളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ ടിക്ക എന്ന പേരിൽ ഒരു ദൗത്യം, ജോയിന്റ് ഓപ്പറേഷൻ അവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബാരാമുള്ളയിൽ അല്ലെങ്കിൽ ഉറിയിൽ 4 ഭീകരരെ വധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഓപ്പറേഷൻ ടിക്ക ഇത്തരത്തിൽ പ്രാദേശികമായി കശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ലഷ്കർ ഇ തൊയ്ബ അതുപോലെയുള്ള മറ്റ് ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ളവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇന്റൽ അല്ലെങ്കിൽ എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു നിരീക്ഷണം ശക്തമാക്കിയിരുന്നത്. നിലവിൽ ഇതിൻ്റെ സൂത്രധാരനായിട്ട് സൈഫുള്ള കസൂരിയെ ആണ് സൂത്രധാരൻ എന്ന് കണ്ടെത്തിയിരുന്നു. ഈ സൈഫുള്ള കസൂരിക്ക് സഹായം ചെയ്തു കൊടുത്തത് ലഷ്കർ ഇ തൊയ്ബയുമായി തന്നെ അല്ലെങ്കിൽ അവരുമായി അനുയായികൾ അല്ലെങ്കിൽ അവരോട് അനുഭാവം പുലർത്തുന്ന റാവൽകോട്ടിലുള്ള 2 പേർ, അബു മൂസ എന്നയാളടക്കമുള്ള 2 പേരാണ് എന്നുകൂടി ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനം കൂടി വന്നിരുന്നു. ഈ അബു മൂസ അടക്കമുള്ള ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റാവൽകോട്ടിലുടനീളം സഞ്ചരിച്ച പലയിടങ്ങളിലും ഇത്തരത്തിൽ കലാപാഹ്വാനങ്ങൾ നടത്തുകയുണ്ടായി. കശ്മീരിൽ ജിഹാദ് അവസാനിക്കില്ലെന്നും കശ്മീരിൽ വെടിയുതിരുന്നതും അതുപോലെ തന്നെ തലകൾ
വെട്ടുന്നതും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും കഴിഞ്ഞ ഏപ്രിൽ 18 നടന്ന ഒരു ചടങ്ങിൽ ഇത്തരത്തിൽ അബു മൂസ പറയുകയുണ്ടായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഏപ്രിൽ 19 നരേന്ദ്രമോദിയുടെ സന്ദർശനം മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രാദേശികമായ ഒരു ഘടകം അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകളുടെ അവിടുത്തെ തന്നെ തദ്ദേശവാസികളുടെ ഒരു സാന്നിധ്യം ഈ ഒരു ആക്രമണത്തിൽ ഉണ്ട് എന്നതിന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളുടെ സാന്നിധ്യം ഭീകരാക്രമണത്തിലുണ്ടോ എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായതും എന്നുള്ള അനുമാനമുണ്ട്. എന്നിരുന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഒരു അന്വേഷണത്തിൽ ഈ ഒരു ആക്രമണത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അടക്കം അതാത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന പ്രക്രിയകളും നടന്നുകൊണ്ടിരിക്കുന്നു. മരിച്ച മലയാളി എൻ രാമചന്ദ്രന്റെ മൃതദേഹം